അവിടെ നേടിത്തന്നു. കരമുയർത്തി സ്തുതിച്ച് പോരന്നെ പോര, സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കരഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഈശോടൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ തിരിച്ചോര കൊണ്ട് എന്നെ ഒന്ന് കഴുകാവോ? എൻ്റെ ഉള്ളിലുള്ള യേശുനാഥൻ അവിടുത്തെ പരിശുദ്ധമായ രക്തം കൊണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കുക. എൻ്റെ ബലഹീനത, എൻ്റെ അരിശം, ദേഷ്യം, ഭിന്നത, വെറുപ്പ്, വൈരാഗ്യം ഇതെല്ലാം എനിക്കെതിരാ. ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവരാജ്യത്തെ അനുഭവിക്കുവാൻ ഇത് തടസ്സമാണ്. പരദൂഷണം പറയുന്ന മനസ്സ് ദൈവത്തിനെതിരാ, ദൈവരാജ്യത്തിനും എതിരാ. ചതി, വഞ്ചന, കള്ളത്തരങ്ങൾ, നുണ പറയുന്ന അവസ്ഥ, ഇതെല്ലാം പൈശാചികമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ഇപ്പം എന്നിൽ ആരാണ് നിലകൊള്ളുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതെല്ലാം സ്വഭാവ വൈകല്യങ്ങൾ എന്നിലുണ്ടേ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പൗലോസ് പറയുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുക. ജഡികമായ അഭിലാഷങ്ങൾ നിങ്ങൾക്ക് അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗ്യചിന്ത, വിദ്വേഷം, മദ്യപാനം, ഇവയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, പ്രചോദനം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാരോട് പറയുന്നുണ്ട്, സഭാമക്കളോട് നമ്മോട് പറയുകയും, മക്കളെ, നിങ്ങളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്കൊരിക്കലും അനുഭവിക്കാൻ സാധിക്കത്തില്ല എന്ന് മുന്നറിയിപ്പായിട്ട്, താക്കീതായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പൗലോസ് ഓർമ്മ പറയുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കപ്പെടത്തില്ല. ആഗ്രഹിച്ച ഓരോരുത്തരും ദൈവരാജ്യം അനുഭവിക്കുവാൻ എനിക്ക് തന്നിലുള്ളിൽ തടസ്സം നിൽക്കുന്ന പാപത്തിന്റെ അവസ്ഥകൾ, കുടുംബക്കാരോട് വെറുപ്പാണ്, മക്കളോട് വെറുപ്പ്, മാതാപിതാക്കന്മാരോട് വെറുപ്പ്, അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും സ്വന്തം അപ്പനോടും അമ്മയോടും ഹൃദയം കൊണ്ട് വെറുപ്പാണെങ്കിൽ ഒരിക്കലും ദൈവരാജ്യം അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. സൽപ്രവർത്തികളിലേക്ക് കടന്നു വരുവാൻ, മാതാപിതാക്കൾക്ക് ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ, സ്വന്തം മക്കളെ അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് അനുഭവിക്കണമെങ്കിൽ അവർ ദൈവത്തോട് ചേർന്നായിരിക്കണം. അവരിലുള്ള ബലഹീനതകൾ, അവരിലുള്ള കുറവുകൾ, പരിപൂർണമായിട്ട് ദൈവികമല്ലാത്ത സ്വഭാവങ്ങൾ മാറ്റപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവരാജ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. മക്കളെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒത്തിരി മാതാപിതാക്കൾ കണ്ണുനീരോടെ പറയുന്ന ഒരു കാര്യം, മക്കളെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ശുശ്രൂഷകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ഹൃദയതലത്തിൽ വ്യാപരിക്കുന്ന ചില അശുദ്ധി, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവാനുഗ്രഹത്തിന് തടസ്സമോ. ഒരു നിമിഷം നമുക്ക് മുട്ടുമേലായിരിക്കാം തമ്പുരാന്റെ തിരുസന്നിധിയിൽ. ആഗ്രഹത്തോടെ മക്കൾ പ്രാർത്ഥിക്കുകയും, ബലഹീനതകളിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും. ഇവിടെ യേശുവിൻ്റെ ചോര, യേശുവിൻ്റെ രക്തം, കണ്ണൊന്നടച്ച് കുരിശിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് ധ്യാനിച്ച്, വിലാപ്പുറത്ത് ഒഴുകിയിറങ്ങുന്ന ദൈവിക രക്തം, പാപമോചനത്തിന്റെ ദൈവിക രക്തം, ചങ്കിലെ ചോര. ഈശോയെ, എന്നെ ഒന്ന് കഴുകാവോ? എൻ്റെ ഈ ബലഹീനത ഏറ്റുപറഞ്ഞ മക്കൾ, കുമ്പസാരത്തില് ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് ഒന്ന് അനുദപിക്കുക. ഈശോ, ഇന്ന പാപങ്ങൾ എന്നിൽ ഭരണം നടത്തുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവരാജ്യം അനുഭവിക്കുവാൻ തടസ്സമായിരിക്കും. ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. വേറിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ സന്ദേശം തരുന്നുണ്ട്. ആഗ്രഹിച്ച്, ഈശോയെ, ഇന്ന ബലഹീനതകള് ഒരു പ്രാവശ്യം കുമ്പസാരിച്ചു,
വീണ്ടും ആ പാപം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ എനിക്ക് കൃപ ലഭിച്ചിട്ടില്ല, അതിൻ്റെ മേൽ ദൈവിക ജീവൻ വ്യാപരിക്കപ്പെട്ടിട്ടില്ല. പാപമോചനം കിട്ടി, പക്ഷേ അതിൻ്റെ മേൽ എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ല. മക്കൾ പ്രാർത്ഥിക്കുക, ഈശോയെ എനിക്ക് രാജ്യം അനുഭവിക്കണം, അവിടുത്തെ നീതിയിൽ എനിക്ക് ജീവിക്കണം, ബാക്കിയുള്ളവയെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് അവിടുന്ന് അരുളിച്ചിട്ടുണ്ടല്ലോ. എന്റെ സമീപത്തായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം, എന്റെ അകൃത്യം മൂലം എനിക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കാതെ വരികയാണ്. എന്റെ പാപം മൂലം എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങള് പ്രാപിക്കുവാൻ സാധിക്കാതെ വരികയാണ്. ഈശോയെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോ ഇടപെടുകയാണ്. ഇറങ്ങി വന്ന് മകനെ മകളെ എന്ന് വിളിച്ച് ആ തിരുമാറിനോട് ചേർത്ത് വെച്ച് അവിടുന്ന് നമ്മെ അഭിഷേകം ചെയ്യുക. ആഗ്രഹിച്ച ഓരോരുത്തരും അഹങ്കാരത്തിലേക്ക്, അസൂയയിലേക്ക്, സ്വാർത്ഥതയിലേക്ക്, ഞാനെന്ന ഭാവത്തിലേക്ക്, എൻ്റെ കഴിവിലേക്ക്, എൻ്റെ കഴിവുകേടിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ്. ജീവനായിട്ട്, ദൈവിക ജീവനായിട്ട് ഈശോ ഇറങ്ങി വരികയാണ്. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് അവിടെ നരളി ചെയ്തു. മരിച്ചാലും എന്നെ സ്വീകരിക്കുന്നവർ ജീവിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. നിന്റെ ആത്മീയ ജീവിതത്തില് മരണം സംഭവിച്ചാലും നിനക്ക് ജീവൻ തരുവാൻ, ആത്മീയതയില് ഉണർവ് തരുവാൻ സന്നദ്ധനായിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ മിശിഹ നിന്റെ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഈശോ പറയുക, മക്കളെ ഞാൻ ഈ ശരീരത്തില് ഇപ്പോൾ വെളിപ്പെടാൻ പോകുകയാണ്. പിതാവിന്റെ അധികാരത്തോടെയാണ് യേശു സംസാരിച്ചത്. ഈശോ വെളിപ്പെടുകയാണ് ഓരോ ശരീരത്തിലും. പിതാവിന്റെ അധികാരം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അധികാരത്തോടെ ഈ ലോക ജീവിതത്തില് യാത്ര ചെയ്യുവാൻ അവിടെ നമ്മെ അഭിഷേകം ചെയ്തു. പ്രാർത്ഥിച്ചേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രലോഭകനെ അതിജീവിക്കുവാൻ സർവശക്തനായ പിതാവിന്റെ അഭിഷേകമാണ് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയത്. ആഗ്രഹിച്ച് ബലഹീനതകള്, പ്രലോഭനങ്ങള്, ഈശോയെ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തരാവോ, ഈ മുള്ള ഒന്നെടുത്തു മാറ്റാവോ എന്ന് പൗലോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്. ദൈവമേ, എന്റെ ശുശ്രൂഷ ജീവിതത്തിന്, എന്റെ ആത്മീയ ജീവിതത്തിന് ഈ മുള്ള തടസ്സമായിരിക്കുക. എന്റെ പാപം, എന്റെ അകൃത്യം എന്റെ ശുശ്രൂഷ ജീവിതത്തിന് തടസ്സമായി നിൽക്കുകയാണ്. ആഗ്രഹിച്ചാലും പൂർണ്ണതയിൽ എത്താൻ എനിക്ക് സാധിക്കുന്നില്ല. അവിടുത്തെ പോലെ പൂർണ്ണനാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയെ പറ്റുന്നില്ല. പലപ്പോഴും പ്രലോഭനങ്ങളില് അകപ്പെട്ടു പോവുകയാണ്. ശക്തി തരാവോ ഈശോയോട് ചോദിച്ചേ. സ്വീകരിച്ച പരിശുദ്ധമായ കുദാശിയുടെ ശക്തി അതിന്റെ പൂർണ്ണതയില് വെളിപ്പെടും. അതാണ് പൗലോസ് അപ്പോസ്തലനോട് ഈശോ പറഞ്ഞത്, ദൈവം പറഞ്ഞത്, മകനെ എന്റെ കൃപ മതി നിനക്ക്. ഈശോ പറയുകയാ, പൗലോസേ എന്റെ കൃപ മതി. ഈ മുള്ളുകളുടെ മേല, നിന്നെ പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഈ മുള്ളിന്റെ മേല എന്റെ ശക്തി വെളിപ്പെട്ടാല് ആ മുള്ള കത്തിച്ചാമ്പലായി പോകും. നിന്റെ ബലഹീനതകളെ ഇല്ലാതാക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തി പൗലോസ് അപ്പോസ്തലന്. ആഗ്രഹിച്ചേ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ തമ്പുരാന്റെ സ്നേഹം, തള്ളിപ്പറഞ്ഞവനെ സ്വന്തമാക്കിയ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. പ്രാർത്ഥിച്ചേ. ചുങ്കസ്ഥലത്തിരുന്ന് മത്തായി എന്ന് വിളിച്ചപ്പോ സമ്പത്ത് വിട്ടിട്ട് തമ്പുരാനെ സ്വന്തമാക്കിയ അഭിഷേകമാണ് വിശുദ്ധ കുർബാനയില് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. ആഗ്രഹിച്ച മക്കളെ, അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, മക്കളെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, സമീപത്തുണ്ട്, ദൈവരാജ്യത്തിന്റെ ഹൃദയത്തിലുണ്ട്. അപ്പമായിട്ട്, ജീവനായിട്ട്, ആത്മാവായിട്ട്, സാന്നിധ്യമായിട്ട് യേശു പരിശുദ്ധ കുദാശയിലൂടെ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ ഉള്ളിലുണ്ട്. നിനക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ മതി. അതിന് സഹായകനായിട്ട് പുത്രനായ യേശു ക്രിസ്തു
പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോ പിതാവിന്റെ ആത്മാവിനെ തന്നെയാ സഹായിക്കുവാനായിട്ട് പുത്രനെ അനുഭവിക്കുവാൻ, പുത്രനിലൂടെ പിതാവിനെ അനുഭവിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെയാണ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടത്. അപ്പന്റെ അടുത്ത് നിന്ന് അപ്പനോട് പറഞ്ഞു, അപ്പന്റെ ആത്മാവിനെ ഈ ജനത്തിന് കൊടുക്കാവോ? അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആരാ ദൈവത്തിലേക്കും ഈ ആത്മാവിനെ കൊടുക്കാവോ എന്ന് ഈശോ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്ത് അനുഭവം വെളിപ്പെട്ടത്. മക്കൾ ആഗ്രഹിച്ചേ മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായതുപോലെ ആ മകള് വിശുദ്ധിയായിട്ട് മാറുകയാ. അനേകരോട് കരുണ കാണിക്കുവാനുള്ള കാരുണ്യത്തിന്റെ അഭിഷേകം അവളിൽ വെളിപ്പെട്ടു. മക്കളെ, ഈ നാട്ടിലായിരുന്ന നമ്മളെ പോലെ ഒരുവളായിരുന്ന വിശുദ്ധ അൽഫോൻസാമയെ വിശുദ്ധിയാക്കിയത് ആ മുള്ളിന്റെ മേല് കൃപ മേടിച്ചപ്പോൾ ഒത്തിരി സാഹചര്യങ്ങളോ ജീവിതത്തിൽ വെളിപ്പെട്ട് ഒത്തിരിയേറെ വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും വേദനയുടെയും കടന്നു വന്നപ്പോ അതെല്ലാം യേശുവിന്റെ പീഡാസകലത്തോട് ചേർത്ത് വെച്ചപ്പോ ആ ശരീരത്തില് യേശു വെളിപ്പെട്ടപ്പോ മക്കളെ, ആ ശരീരം യേശുവിന്റെ ശരീരമായിട്ട് മാറ്റപ്പെട്ടു. കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോ സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശരീരം ആർക്ക് വിട്ടുകൊടുത്തോണ്ടാ? ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ദിവ്യകാരുണ്യനാഥന് ആ ശരീരം വിട്ടുകൊടുത്തപ്പോൾ മഹത്വം അവിടെ വെളിപ്പെട്ടു. പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച്, ഈശോയെ, ഈ ഭൂമിയിലെ ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കുവാനാ. ഉൽപ്പത്തി 1:1 പഠിപ്പിക്കുന്നുണ്ട്, ആഴത്തിന്റെ മീതെ അന്ധകാരമുണ്ട് മക്കളെ, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ചൈതന്യമുണ്ട്. എവിടെയെല്ലാം പരിശുദ്ധ റൂഹായുടെ അഭിഷേകം ഉണ്ടോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം ചലിക്കപ്പെടും, ദൈവാനുഗ്രഹം വെളിപ്പെടും. എവിടെയെല്ലാം ആഴമായ പാപം കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം അന്ധകാര ശക്തികൾ കടന്നു വരുമെന്ന് ഓർമ്മപ്പെടുത്തുക ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുക. മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, ഈ അന്ധകാരത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? അപ്പൊ എന്നിലോ അന്ധകാരം വെളിപ്പെടും, അന്ധകാര ശക്തികൾ വെളിപ്പെടും. ഞാൻ വെള്ളത്തിലാണോ ജീവിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണോ? കാനായിലെ കല്യാണ വിരുന്നിലോ കോരി നിറച്ച ദൈവത്തിന്റെ വചനത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? തീർച്ചയായും എന്റെ ജീവിതത്തിലോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ യേശു വെളിപ്പെടും, വചനം വെളിപ്പെടും. മക്കളെ, ആഗ്രഹിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ, പരിശുദ്ധ അമ്മേ, മറ്റൊരു അമ്മ ഞങ്ങൾക്കില്ല, അമ്മ മാത്രമാ ഒരു സ്വന്തം അമ്മയായിട്ടുള്ളത്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ വലിയ കാരുണ്യം അമ്മയെ തരുകയാ കുരിശി കടന്നുകൊണ്ട്. ഇതാ നിന്റെ അമ്മ. യോഹന്നാനെ വിളിക്കുക, യോഹന്നാനെ, ഇനി മുതലോ ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുക, മോനെ, മോളെ, ഇനി മുതലോ മോനിതാ. ദൈവം കൽപ്പിക്കുക, ഇനി മുതലോ അമ്മയുടെ മോള് മോന ആരാ? ആരെല്ലാം ബലിപീഠത്തിനരികിലോ ഏകാഗ്രതയോടെ യേശുവിനെ സ്വീകരിക്കാനായിട്ട് വന്നു നിൽക്കുന്നുണ്ടോ അവരാണ് മക്കളെ ഇനി മുതല് പരിശുദ്ധ അമ്മയുടെ മകൻ, മകള്. പ്രാർത്ഥിച്ചേ, ഞാനാണോ? അമ്മയോട് ചേർന്ന് തിരുച്ചോരയുടെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം, ഒപ്പിയെടുക്കാം. അമ്മ, ഒരു തുള്ളി ചോര പോലും നഷ്ടപ്പെട്ടിട്ട് പോകാതിരിക്കുവാൻ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് കടന്നു പോകുന്ന മിശിഹായുടെ പിന്നാലെ അമ്മ മാതാവ് ഉണ്ട് മക്കളെ. ഒപ്പിയെടുക്കാൻ ഒരു തുള്ളി ചോര പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അമ്മ പിന്നാലെ നടക്കുകയാ. ഓരോ തുള്ളി രക്തവും അമ്മ ഒപ്പിയെടുത്തുകൊണ്ട് അത് വിശുദ്ധ രക്തമാണെന്ന് അമ്മയ്ക്കറിയാം. നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അമ്മയെ ഒപ്പിയെടുത്ത് അമ്മ ഹൃദയത്തില് ആ രക്തം ശേഖരിച്ചു വെക്കാം, നവീകരിക്കുവാൻ. സഭാമക്കളെ നവീകരിക്കുവാൻ അമ്മ ശേഖരിച്ചു വെച്ച പരിശുദ്ധമായ രക്തം, അതാണ് മക്കളെ പരിശുദ്ധ ബലിയില് നൽകപ്പെടുന്നത്. കാസയിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്മ ശേഖരിച്ച പരിശുദ്ധമായ രക്തമാ. ജീവിതങ്ങളിലേക്ക് ആ രക്തം ഒഴുകി ഇറങ്ങുക. പ്രാർത്ഥിച്ച് ഓരോരുത്തരും കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ആ ശരീരം അമ്മയുടെ മടിത്തട്ടിലേക്ക് ഇറക്കി കിടത്തുകയാ. ആ ജീവനും ആത്മാവും ശരീരവും ഒക്കെ അമ്മ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോ അമ്മയോട് ചേർന്നിരിക്കുമ്പോ പെന്തക്കോസ്ത് അനുഭവം മക്കളെ പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ,
കൃപ വ്യാപരിക്കട്ടെ. ഈശോയെ, ബലഹീനത നിറഞ്ഞ ശരീരമാണ്, പാപത്തിന് പ്രലോഭനം സ്വീകരിക്കുന്ന ശരീരം ഏറ്റെടുക്കാവോ എന്ന് മക്കൾ പ്രാർത്ഥിച്ചേ. തഴക്കദോഷങ്ങളിലേക്ക് ആഗ്രഹത്തോടെ കടന്നു പോകുന്ന ബലഹീനമായ ശരീരം ഏറ്റെടുക്കാവോ ഈശോ, അവിടുത്തേതാക്കി മാറ്റാവോ? പ്രാർത്ഥിച്ച് ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മക്കളെ, എത്രമാത്രം ബലഹീനതയാ വെളിപ്പെട്ട് നിൽക്കുന്നത്. എന്തുമാത്രം കൃപ ലഭിച്ചാലാ ഈ ബലഹീനതയിൽ നിന്ന് അകന്നു പോകുന്നത്. ഏറ്റെടുക്കുവാൻ സന്നദ്ധനായ മിശിഹ ആഗ്രഹിച്ചു ഓരോരുത്തരും, പ്രാർത്ഥിച്ചു ഓരോരുത്തരും. ഒത്തിരി തഴക്കദോഷങ്ങൾ, ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ, ഒത്തിരിയേറെ അശുദ്ധ ചിന്തകൾ, ബുദ്ധി കൊണ്ട് തമ്പുരാനെ കണ്ടെത്തുവാനുള്ള പ്രയത്നങ്ങൾ ഏറ്റെടുക്കാവോ? ഒരു തെറ്റ് ചെയ്താലോ ആ തെറ്റിനെ എങ്ങനെ അത് നന്മയായി പറഞ്ഞു പരത്താമെന്ന്, അതിൽ നിന്ന് എങ്ങനെ നന്മ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന മനോഭാവങ്ങൾ. തെറ്റിന്റെ മുമ്പിൽ അവൻ നിന്നുകൊണ്ട് തെറ്റില്ലാത്തവൻ തെറ്റുകാരനായിട്ട് നിന്ന് നമ്മെ രക്ഷിച്ചില്ലേ? പ്രാർത്ഥിച്ച മക്കളെ, തെറ്റ് ഏറ്റുപറയാനുള്ള മനോഭാവം, പാപത്തെ ഏറ്റുപറയുവാനുള്ള മനോഭാവം. പാപത്തെ ന്യായീകരിക്കുമ്പോ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടതുപോലെ മക്കളെ പരദീസ നമുക്ക് അന്യമാകുകയോ നഷ്ടപ്പെടുകയാണ്. പാപത്തെ ന്യായീകരിക്കാതെ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യത നേടിയെടുത്തേ. കണ്ണുനീരോടെ മക്കള് പ്രാർത്ഥിക്കുക, വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. പുത്രനായി തീരുവാൻ, ദൈവത്തിന്റെ മകനും മകളുമായിട്ട് തീരുവാൻ ആഗ്രഹിച്ച ഓരോരുത്തരും കഴുകണേ ഈശോയെ. തിരിച്ചോനെ കൊണ്ട് മുള്ളുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ, മുള്ളുകളെ ഇല്ലായ്മ ചെയ്യണമേ. കൃപ തരാവോ ഈശോയെ? ചോദിച്ച മക്കളെ, കൃപ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സ്നേഹമാണ്. അവനോടുള്ള സ്നേഹം കടന്നു വരുമ്പോ പാപം ചെയ്യത്തില്ലെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. പൗലോസ് അപ്പോസ്തലനെ, കൃപ മതി, സ്നേഹത്തിന്റെ കൃപ. ഞാൻ എന്റെ അപ്പനെ സ്നേഹിച്ചപ്പോ എനിക്ക് ഈ ഭൂമിയിൽ പാപം ചെയ്യാൻ പറ്റിയില്ല. എന്റെ അപ്പനോടുള്ള സ്നേഹം വെളിപ്പെട്ടപ്പോൾ പ്രലോഭനം എന്നെ വിട്ടുകന്നു പോയതാ. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ എന്റെ കൽപ്പന നിങ്ങൾ പാലിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. യോഹന്നാൻ ശ്ലീഹായിലൂടെ ആഗ്രഹിച്ചു ഓരോരുത്തരും, ഈശോയെ, ഒത്തിരി ബലഹീനതകള് ഇത് വെളിപ്പെട്ട് നിൽക്കുക, എടുത്തു മാറ്റാവോ, ഇല്ലായ്മ ചെയ്യാവോ? ചങ്കിലെ ചോര കൊണ്ട് എന്നെയും നിങ്ങള് അവിടുന്ന് കഴുകണേന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ച്, അവിടുന്ന് കഴുകണേ ഈശോയെ. ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകി പൂർണ്ണനാക്കാവോ എന്ന് പ്രാർത്ഥിച്ച് ചങ്കിൽ നിന്ന് തന്നെ ഒഴുകിയിറങ്ങ മക്കളെ. കാരണം ഇത് ഉള്ളിൽ നിൽക്കുന്ന ചങ്കിലാന്ന് ദൈവത്തിനറിയാം. നിന്റെ തഴക്ക ദോഷങ്ങള്, നിന്റെ പാപത്തിന്റെ അവസ്ഥകള്, പാപചിന്തകള് എല്ലാം നിന്റെ ഹൃദയതലത്തില്, ഹൃദയത്തിന്റെ അടിത്തൊട്ടില് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് നിന്നോട് വലിയ താല്പര്യം. പാപം ഹൃദയത്തിന്റെ പടിവാതിക്കല് കാത്തിരിപ്പുണ്ട് മക്കളെ. അതിന് നിന്നോട് വലിയ താല്പര്യമാണെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണുനീരൊഴുക്കുക, അനുദപിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ നിമിഷം, അമ്മയുടെ ഉദരത്തില് ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങളെ ഓർത്തേ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു അറിവ് കിട്ടിയ നിമിഷങ്ങൾ, തിരിച്ചറിവ് നേടിയെടുത്ത നിമിഷങ്ങൾ, തിരിച്ചറിവ് ദൈവം നൽകിയ നിമിഷങ്ങൾ. ഞാൻ ഏതു മാർഗത്തെയാണ് പിന്തുടർന്നത്? കണ്ണുനീരൊഴുക്കി ദൈവത്തിന്റെ മക്കള് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, പാപമാർഗങ്ങളെ പിന്തുടർന്ന് അന്ധകാരത്തിന്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒത്തിരിയേറെ തകർച്ചകൾ ജീവിതത്തിലുണ്ടായി. ദൈവാനുഗ്രഹം പലതും ജീവിതത്തില് നഷ്ടപ്പെട്ടു പോയി, അന്യമായി പോയി. ഈശോയെ, പത്രോസ് മുങ്ങിയ പോലെ മുങ്ങി, കഴുത്തോളം മുങ്ങിയിരിക്കുക. ആത്മീയവും ഭൗതികവും ശാരീരികമായിട്ട് വലിയ അധപ്പതനത്തിന്. തമ്പുരാനെ, ആ കൈ ഒന്ന് തരാവോ? പ്രാർത്ഥിച്ച് ഓരോരുത്തരും
മാനസികമായിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് ആ കരമൊന്ന് നീട്ടിക്കേ, ഹൃദയം കൊണ്ടൊന്ന് നീട്ടിക്കേ. ഹൃദയം കൊണ്ട് ഈശോയുടെ തിരുവിലാവിലേക്ക് ആ കരമൊന്ന് ചേർത്ത് വെച്ചേ. ഭാരതീയ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എന്റെ പാർശ്വത്തിൽ വെക്കുക എന്ന് അരുളി ചെയ്ത അതേ യേശു തന്നെ ഈ അൾത്താരയിൽ നിറഞ്ഞു നിൽക്കുക. മക്കളെ, പ്രാർത്ഥിച്ച് ആ തിരുഹൃദയത്തിലേക്ക് എനിക്ക് കരമൊന്ന് വെക്കണം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിക്കണം. അനുഭവിച്ച അവനോടുകൂടെ മരിക്കാൻ പറ്റും. മക്കളെ, അവൻ എപ്രകാരം മരിച്ചോ അപ്രകാരം രക്തം ചിന്തി മരിക്കാൻ സാധിക്കുമെന്ന് ഭാരതീയ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹ വെളിപ്പെടുത്തി കാണിച്ചു തന്നില്ലേ? പ്രാർത്ഥിച്ചേ അവന് വേണ്ടി. പുരാനേ ഈശോയെ, മാംസളമായ ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു തുള്ളി രക്തം എന്റെ ശിലാഹൃദയത്തിലേക്ക് ഒന്ന് വീണ എന്റെ ഹൃദയം മാംസളമായിട്ട് മാറും. ആഗ്രഹിച്ച ഓരോരുത്തരും ചങ്കോട് ചങ്ക് ചേർത്ത് വെച്ച മക്കളെ, ആ ചങ്ക് എന്റെ ഉള്ളിലുണ്ട്. ആ ചങ്ക് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ചങ്കോട് ചങ്ക് ചേർത്ത് വെച്ച് ആ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകണേ എന്ന് മക്കൾ പ്രാർത്ഥിച്ച്. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ ചങ്കിൽ ഞാൻ ചാരിയിടുന്നു. ക്ഷീണിച്ചു ക്രൂശിൽ നിന്ന് ദാഹിച്ചു വെള്ളം കേണു. കണ്ണിൽ ദയവില്ലാതെ കൈപ്പുപാനി കൊടുത്തു. ക്ഷീണിച്ചു ക്രൂശിൽ നിന്ന് ദാഹിച്ചു വെള്ളം കേണു. കണ്ണിൽ ദയവില്ലാതെ കൈപ്പുപാനി കൊടുത്തു. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ ചങ്കിൽ ഞാൻ ചാരിയിടുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. വലിയ സ്നേഹത്തോടെ ഈശോയെ സമീപിക്കുക. എന്റെ ഉള്ളിലുള്ള യേശുനാഥൻ പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തില് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന യേശു മിശിഹായെ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്റെ ഹൃദയം ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ഒരാത്മീയ ബന്ധം യേശുവുമായി ഒരാത്മീയ ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. ഇത്രയും നാൾ എന്റെ കൂട്ടുകെട്ട് പാപത്തിന്റെ ശാപത്തിന്റെ പൈശാചികരുടെ കൂട്ടുകെട്ടായിരുന്നു. ഈ നിമിഷം മുതൽ ഞാൻ യേശുവുമായിട്ട് കൂട്ടുകെട്ടാൻ പോവുക. എന്റെ ഈ അശുദ്ധ ഹൃദയം ഞാൻ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. പ്രാർത്ഥിച്ച് ഓരോരുത്തരും നിർമ്മലാക്കണേ, സമ്പന്നാക്കണേ എന്ന് പ്രാർത്ഥിച്ച് എന്റെ ആത്മീയത കർത്താവേ അതിന്റെ പൂർണ്ണതയില് എനിക്ക് തരണേ എന്ന് മക്കൾ പ്രാർത്ഥിച്ച്. കാൽവരിയിൽ ചിന്തിയ
ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനേ ചങ്കിൽ ഞാൻ ചാരിയിടുന്നു. യേശുവേ കഴുകേണമേ തിരുച്ചോരയാൽ കഴുകേണമേ കഴുകേണമേ. പുറവുകളെ ഒന്ന് കഴുകണേ ഈശോയെ. കഴുകി മാറ്റണേ. ബലഹീന ശരീരത്തെ എന്റെ ചിന്തകളെയും ചിന്താഗതികളെയും ഒക്കെ കഴുകണേ. എന്നെ വൃത്തിയാക്കണേ ഈശോയെ. സ്വന്തമാക്കണേ ഈശോയെ. പാപത്തിൽ നിന്നെ വിടയിക്കണേ. ദോഷത്തിൽ നിന്നെ വിടയിക്കണേ ഈശോയെ. പാവത്തിലൂടെ തിന്മയിൽ നിന്ന് തന്നെ വിട്ടുവീക്കണേ ഈശോയെ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് വിട്ടുവീക്കണേ ഈശോയെ. ഒത്തിരി തകർച്ചകളുണ്ട്, അതെല്ലാം നിന്ന് അകറ്റി അട്ടിപ്പായിക്കണം. ഒത്തിരി രോഗങ്ങളുണ്ട്, അതിൽ നിന്ന് എന്നെ വിട്ടുവീക്കണേ. ഒത്തിരി സഹിച്ചു ഈശോ. ഗസമിൻ തൊട്ട് കാകുത്താൻ വരെ ഒത്തിരി സഹിച്ചു. മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും, ചതവുകളും മുറിവുകളും രക്തമൊലിക്കുന്ന മുറിപ്പാടുകൾ മാത്രം. ഓരോ പാപങ്ങളെയും ഓരോ രോഗങ്ങളെയും ഈശോ ശരീരത്തിലോ ഏറ്റെടുക്കുക. അകൃത്യങ്ങളെ മുഴുവനും ശരീരത്തിൽ ഏറ്റെടുത്തപ്പോ ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ ആയി തീർന്നു മക്കളെ അവന്റെ ശരീരം. പറ്റുമോ? മാനുഷിക തലത്തിലോ പറ്റാത്തതോ ദൈവിക തലത്തിൽ നടക്കുകയും സംഭവിക്കുകയും. മാനുഷികമായി ചിന്തിച്ചാല് ഇത് സാധിക്കത്തില്ല. ദൈവികമായിട്ട് അപ്പന്റെ സ്നേഹത്തിലേക്ക് കടന്നു ചെന്നപ്പോ മക്കളെ സാധിക്കും. ഈശോ പറയുന്നുണ്ട്, ഇത് സാധിച്ചേ പറ്റത്തുള്ളൂ, ഇത് സാധിച്ചേ പറ്റത്തുള്ളൂ, ഇത് നടന്നേ പറ്റത്തുള്ളൂ. സാത്താൻ പരാജയപ്പെടണം, രോഗം പരാജയപ്പെടണം, തകർച്ചകൾ പരാജയപ്പെടണം, എന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ പരാജയപ്പെടണം, എന്റെ അസമാധാനം പരാജയപ്പെടണമെങ്കിലോ ഈശോ കുരിശ് കയറിയേ പറ്റത്തുള്ളൂ. ഇത് പിതാവിന്റെ ഇഷ്ടമാ, എന്റെ അപ്പന്റെ ഇഷ്ടമാ കയറുക എന്നുള്ളത്. ഞാൻ എന്റെ പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് പുത്രന്റെ ആഗ്രഹം. പിതാവിന് എന്നിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ എന്റെ പാപത്തെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ച് എന്റെ ഹൃദയതലങ്ങളിൽ നിന്ന് എന്റെ പാപം വിട്ടുപോയാലേ എന്റെ തമ്പുരാന് എന്നെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ആഗ്രഹിച്ച മക്കള് ബന്ധനം അഴിയട്ടെന്നേ, തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ. ദൈവം ശരീരത്തിൽ യേശു വെളിപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം വ്യാപരിക്കട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സുവിശേഷമായിട്ട് സുവിശേഷമായിട്ട് തീരട്ടെ, സദ്വാർത്തയായിട്ട് തീരട്ടെ. സുവിശേഷം വെളിപ്പെടട്ടെ, സദ്വാർത്ത വെളിപ്പെടട്ടെ, ശരീരത്തിൽ വെളിപ്പെടട്ടെ, ആത്മാവിൽ വെളിപ്പെടട്ടെ, ജീവനിൽ വെളിപ്പെടട്ടെ, ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ, പരിശുദ്ധ ഉദാസ്യം വെളിപ്പെടട്ടെ, സഭയിൽ അഭിഷേകം വെളിപ്പെടട്ടെ, സഭാമക്കളിലെ അഭിഷേകം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. കെട്ടുകളിൽ അടിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. നസ്രായന യേശുവിന്റെ നാമത്തിൽ എല്ലാ പാപബന്ധനങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. പിതാക്കന്മാരുടെ അകൃത്യങ്ങളോ അതിൽ നിന്ന് വീണ്ടെടുത്ത മിശിഹായുടെ ശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, ശരീരത്തിൽ വെളിപ്പെടട്ടെ, ആത്മാവിൽ വെളിപ്പെടട്ടെ. ആഗ്രഹിച്ചേ അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സ്വാർത്ഥത നിറയട്ടെ, സ്വാർത്ഥത വിട്ടുകൊള്ളട്ടെ, സമാധാനം നിറയട്ടെ, ബന്ധനം അഴിയട്ടെ, അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശരീരത്തിൽ നിന്ന് അഴിയട്ടെ, മനസ്സിൽ നിന്ന് അഴിയട്ടെ,
യേശുവിന്റെ നാമത്തില് തിരിച്ചോടെ ശക്തിയാണ് അഴിഞ്ഞു മാറ്റം സ്വീകരിച്ച പരിശുദ്ധ കൂദാശിയുടെ ശക്തി ശരീരത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ, കെട്ടഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലുള്ള അകൃത്യങ്ങൾ അഴിഞ്ഞു പോട്ടെ, പാപങ്ങൾ അഴിഞ്ഞു പോട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥ അഴിയട്ടെ, കെട്ടഴിയട്ടെ. എന്റെ ജീവിതത്തിന്റെ ബലഹീനത യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ, പ്രാർത്ഥിച്ച് കെട്ടഴിഞ്ഞു പോട്ടെ. കൃപ നിറയട്ടെ. വചനം വെളിപ്പെടട്ടെ, ദൈവവചനം വെളിപ്പെടട്ടെ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി തീരട്ടെ. അഭിഷേകം നിറയട്ടെ. വ്യത്യസ്തമായ ഒരു കൃപ കർത്താവ് ഇപ്പൊ തരുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു അഭിഷേകം തരുന്നുണ്ട്. ഇന്നവരെ തന്നിട്ടില്ലാത്ത ഒരു അഭിഷേകം കർത്താവ് തരികയാണ്. ഈ കാലഘട്ടത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദി പറഞ്ഞു സ്തുതിച്ച് മക്കളെ, ഈ മണിക്കൂറുകളെ ഓർത്തും ഈ സമയത്തെ ഓർത്തും ഇവിടെ ആയിരിക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്തും അവകാശത്തെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച്, കഴിവല്ല ദൈവത്തിന്റെ കാരുണ്യമാണ്. ഈ മണിക്കൂറിൽ ഈ പരിശുദ്ധമായ ദേവാലയത്തില് ആയിരിക്കുവാൻ ദൈവം കാണിച്ച അനന്തമായ കാരുണ്യത്തിന് ദൈവത്തിന്റെ മക്കളെ നന്ദി പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടിരിക്കും. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം അതെങ്ങനെ വെളിപ്പെടുന്ന എപ്പോഴാ? ദൈവജനം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹം ദൈവമക്കളില് വെളിപ്പെടുന്നത്. അത് ആഗ്രഹിക്കേണ്ട കാര്യം. എനിക്ക് അവിടുത്തെ സ്നേഹിക്കാൻ പറ്റണം. അതിനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. എന്തിനു വേണ്ടി? ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ പുത്ര സാന്നിധ്യത്തെ നമുക്ക് തരികയാണ്. ബലഹീനതയുള്ളത് കൊണ്ട്, കുറവുകളുള്ളതുകൊണ്ട്, പാപം ഉള്ളതുകൊണ്ട് ഇത് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് ഈശോയ്ക്ക് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തിട്ട് ആ ദൈവിക ശരീരം നമുക്ക് തരുന്ന മഹത്വത്തിന്റെ അടയാളമാണ്, കൂദാശയാണ് പരിശുദ്ധ കുർബാന. വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു ചേച്ചി പറഞ്ഞാല് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബ്രദറെ മക്കളൊന്നും പള്ളിയിലൊന്നും പോകത്തില്ല, പക്ഷെ ദൈവാനുഗ്രഹം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞെന്താ? ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവാൻ ഈശോ ഓർമ്മപ്പെടുത്തി. ഈ രക്ഷ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ കൂദാശയിലൂടെ മാത്രമേ ഉള്ളെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. കുർബാനയിലൂടെ ഈ രക്ഷ എനിക്ക് ഇസ്രായേലിന് അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഈ അഭിഷേകം കിട്ടത്തില്ല. വള്ളി പോത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. കൂദാശയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിൽ എങ്ങനെ ക്രിസ്തു സ്നേഹം വെളിപ്പെടും? മക്കളെ, പിതാവിനോടുള്ള സ്നേഹമാണ് പരിശുദ്ധ കുർബാന. പിതാവിനോടുള്ള പുത്രന്റെ അനന്തമായ കാരുണ്യാണ് അപ്പമായിട്ട്, വെറും ഒരു ഗോതമ്പ് മണിയായിട്ട്, പൊടിഞ്ഞമരുന്ന ഗോതമ്പ് മണിയായിട്ട് തീരുവാൻ സന്നദ്ധനായ ദൈവത്തിന്റെ സ്നേഹം, അലിഞ്ഞു ചേരുവാൻ. അത്രമാത്രം പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ചത്. ആ പുത്രന്റെ സ്നേഹം നമ്മളിലേക്ക് വെളിപ്പെട്ടപ്പോ അതെന്തായിട്ട് മാറി? അലിഞ്ഞു ചേരുന്ന ഗോതമ്പ് അപ്പത്തുണ്ടായിട്ട് മാറ്റപ്പെടുകയാണ്. ഈ ഗോതമ്പ് അപ്പത്തുണ്ടിലൂടെ കടന്നു വരുന്നത് യേശുവിന്റെ ശരീരവും രക്തവും. ആ രക്തവും ശരീരവും ഞാൻ സ്വീകരിക്കുമ്പോ എന്റെ ശരീരത്തില് യേശു വെളിപ്പെടുകയോ, യേശു സാന്നിധ്യം, ക്രിസ്തു സ്നേഹം, പിതാവിനോടുള്ള അനന്തമായ കാരുണ്യം എന്നെ വെളിപ്പെടുമ്പോ ഞാൻ എന്റെ കുടുംബത്തിന്, ഇടവയ്ക്ക്, ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറുക. കരമുയർത്തി ഒന്ന് ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ദൈവസ്നേഹം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, 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 അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥിക്കാൻ മടിയുള്ളവര്, പ്രാർത്ഥിക്കാൻ തടസ്സമുള്ളവർ ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കാനുള്ള മടി മാറുന്നെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ വരുമ്പോൾ ആധരം വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള വലിയ തീഷ്ണത നമുക്ക് കടന്ന് കുർബാന സ്വീകരിക്കുക. ചിലർ സാക്ഷ്യപ്പെടുത്തും, ഇവിടെ വന്ന അന്ന് ആ നാൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പരിശുദ്ധ ബലി മുടങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങളെ വീട്ടില് പൂട്ടിയിട്ടിട്ട്
പ്രിയപ്പെട്ടവരെ, ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മാലാഖമാര് ഈ കുഞ്ഞുങ്ങളെ ഉറക്കിക്കടത്തുന്ന സാക്ഷ്യം പറയുന്ന മക്കള് ഈ കൂട്ടായ്മയ്ക്കുണ്ട്. നമ്മളെന്നെയും അവരോട് ചേർന്ന് അവിടെ കടക്കുമ്പോ ദൈവരാജ്യം കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരത്തില്ല. കുഞ്ഞുങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ 6 മണിക്ക് അർപ്പിക്കപ്പെടുന്ന കർത്താവിന്റെ സ്നേഹത്തില് കൂട്ടാളിയാകുമ്പോ അഭിഷേകം വെളിപ്പെടുന്നത് കുഞ്ഞുങ്ങളിലും കുടുംബത്തിലുമാണ്. പറ്റിപ്പിടിച്ച് ഒട്ടിച്ചേർന്ന് കടക്കുമ്പോ ദൈവാനുഗ്രഹം കുടുംബത്തിലോ ദേശത്ത് ഇടവകയിലോ ഒന്നും വെളിപ്പെടത്തില്ല. സത്യം. കുഞ്ഞുങ്ങളെ കൊണ്ടുവരില്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരും, അവധിയാണെങ്കിലും കൊണ്ടുവരില്ല. അവിടെ കാത്തിരിക്കും, അവിടെ ഇരിക്കും. പിന്നെ കൊണ്ടുവരുന്ന എപ്പോഴെന്നറിയുമോ? കള്ളൂട് തുടങ്ങുമ്പോൾ, കഞ്ചാവ് വലിക്കാൻ തുടങ്ങുമ്പോ കൊണ്ടുവരും, പിടിച്ചോളാൻ പറയേ. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ല, വിശുദ്ധിയില്ല, ദൈവവചനം ഇല്ലാത്ത മക്കളെ കൊണ്ടുവരുമ്പോ അവരെ എങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും? കടത്തി ഉറക്കിയതാ. കൂട്ടത്തിൽ കടത്തി ഉറക്കുമ്പം നഷ്ടപ്പെടുന്നത്, അന്യമാകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. ഉത്തരം കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പഠിപ്പിച്ച് മിടുക്കനാക്കിയെന്നല്ല ചോദിച്ചേ. ദൈവം ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, അവനും അവളും എൻ്റെ രാജ്യത്താണോ? ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. ലോകത്തോടുള്ള താല്പര്യം മക്കളിലേക്ക് കുത്തിവെക്കുമ്പോൾ പ്രിയപ്പെട്ട രോഗത്തിലേക്ക് ഇറങ്ങിപ്പോയി, മ്ലേച്ഛ പാപങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞുങ്ങൾ നശിക്കുക. ആർക്കും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, അപ്പനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അവിഹിത ബന്ധങ്ങളിലോ അവിഹിതമായ പ്രവർത്തികളിലോ കുഞ്ഞുങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടം ഈ കാലം. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ? ലോകത്തിൻ്റെതായ സുഖങ്ങളെ കുറിച്ച് മക്കൾക്ക് ബോധ്യം കൊടുക്കുമ്പോ ഈ മക്കള് നശിച്ച് നാശമായിട്ട് തീരുകയാണ്. അനുദപിക്കാനേ നേരമുള്ളൂ. ധ്യാനത്തിന് വന്ന ഒരു കുടുംബത്തോട് മക്കളെ പറഞ്ഞിട്ട് അമ്മ അവിടെ ഇരിക്കുക. ഞാൻ ഇന്ന് എന്നെ വിളിച്ചു. എത്ര ധ്യാനം കഴിഞ്ഞിട്ട് എത്ര ആഴ്ചയായി? 2-3 ആഴ്ചയായി. അമ്മയോട് ഞാൻ പറഞ്ഞിട്ട്, മക്കളോട് പറഞ്ഞിട്ട് അമ്മച്ചിയോട് എത്രയും വേഗം പിടിക്കണം. കാരണം ഈ മുട്ട ഇങ്ങനെ മുട്ടത്തോട് പൊടിച്ചു വെക്കുന്ന പോലെ കുടുംബം പൊടിഞ്ഞിരിക്കുക. ഞാൻ അമ്മച്ചിയോട്, അമ്മച്ചി പൊടിഞ്ഞിരിക്കുകയല്ല, അല്ല, അതേപോലെ പൊടിഞ്ഞ് തീരാറായിരിക്കുക. ഇവിടെ പറഞ്ഞു വിട്ടിട്ട് വിളിക്കാൻ പറ്റിയത് 3 ആഴ്ചകൾക്ക് ശേഷമാ ഒന്ന് വിളിക്കാനായിട്ട് സാധിച്ചു. ഇനി വരണമെങ്കിലോ വിളിച്ചത് 10:30 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ദൂരെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. വരുന്ന എപ്പോഴും അടുത്ത ആഴ്ച കെട്ടിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തകർന്നിരിക്കുക. കാരണം ലോകമോഹങ്ങളെ കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ പഠിത്തം കഴിഞ്ഞിട്ട് മക്കൾക്ക് ജോലിയിൽ അഭിവൃദ്ധിയില്ല. കാരണം ദൈവാനുഗ്രഹം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ദൈവം ആരൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എങ്ങനെയും പഠിച്ച് അപ്പുറത്തുകാരെക്കാളും ഇപ്പുറത്തുകാരെക്കാളും വലുതാകണമെന്ന് പഠിപ്പിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം കുഞ്ഞുങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോ പാപം കുഞ്ഞുങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1:1 വചനം ഓർമ്മ. അവിടെയെല്ലാം ആഴമായ പാപമുണ്ടോ അവിടെയെല്ലാം അന്ധകാരമുണ്ട്. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക്കട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകളിൽ അഴിഞ്ഞു പോട്ടെ, പാപത്തിനോടുള്ള താല്പര്യം വിട്ടു അഴിഞ്ഞു പോട്ടെ, ലോകത്തോടുള്ള ആഗ്രഹം ഹൃദയതലങ്ങളിൽ നിന്ന് യേശുനാമത്തിലോ നീങ്ങിപ്പോട്ടെ. ജഡത്തിന്റെ എല്ലാ ദുരാസക്തികളും യേശുവിന്റെ നാമത്തിലോ നീങ്ങിപ്പോകട്ടെ. കരമുയർത്തി ഒന്നും ചേർന്ന് വിളിക്കുക, ഈശോയേന്ന് വിളിക്കുക, ഈശോയേന്ന് വിളിക്കുക, ഈശോയേന്ന് വിളിക്കുക. അഭിഷേകം കിട്ടണമെങ്കിൽ, ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ അഭിഷേകം വെളിപ്പെടണം. വന്ന് കേട്ടിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പം ആ വചനം എന്നിൽ വെളിപ്പെടാൻ ആരംഭിക്കും. 10 പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ അതിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ. മറ്റു ദേവന്മാരുടെയൊക്കെ പുറകെ പോയി ആരാധിക്കാൻ പോകരുത്. കർത്താവിന്റെ ക്രിസ്ത്യാനിയോട് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, ദൈവത്തിന്റെ മക്കളുടെ ദൈവത്തെ അന്വേഷിച്ച് യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന ദൈവമക്കളോട് ദൈവമായ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെ നീ പൂജിക്കാനോ ആരാധിക്കാനോ മക്കളിലൂടെ രക്ഷ. ഇവൻ ഇവിടുന്ന് പഠിച്ചു കയറി വന്നാൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു, ഇവിടുന്ന് പോയാ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇവിടെ അവിടെ ചെന്ന് കഴിയുമ്പോ അവിഹിതമായി പോരാനുള്ളതൊന്നും പോരുന്നില്ല. അപ്പോഴാ തമ്പുരാനെ വിളിക്കും, തമ്പുരാനെ
അവിടോട്ട് വിട്ടതാ, ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ദൈവാനുഗ്രഹം ഇല്ല, മക്കളെ അനുഭവിക്കുവാനുള്ള യോഗ്യത ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് ദൈവഭയം മക്കൾക്ക് ഇല്ല. ഏത് തോന്നിയ മാസവും കാണിക്കാനായിട്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ മക്കള് ആ തോന്നിയ മാസത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, ദൈവാനുഗ്രഹം നഷ്ടപ്പെടും. പ്രലോഭനം ഉണ്ടാകും, പക്ഷെ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൽ നിന്ന് ശക്തി ചോദിച്ച് മേടിക്കുമ്പോൾ ഈ പ്രലോഭനം അകന്നു പോകും. ഒരു അക്രൈസ്തവ സഹോദരി കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക, ജീവിത പങ്കാളിക്ക് മദ്യം കൊണ്ട് മുടിഞ്ഞു നിൽക്കുക, കുടുംബം ഏകദേശം പറ്റ തീർന്നിരിക്കുക, ഇനി രക്ഷ ഇവിടുന്ന് യേശുക്രിസ്തുവിൽ നിന്ന് രക്ഷ. ധൈര്യപൂർവ്വം പറയാൻ പറ്റണ മക്കളെ, അവനിൽ രക്ഷയുണ്ട്, അവനിലൂടെ അല്ലാതെ രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, എവിടുന്നാണ് ഇവനിൽ തിന്മ കയറിയെന്ന് പരിശുദ്ധാത്മാവ് വിജാതീയ സ്ത്രീക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നപ്പോ അവിടെ പറഞ്ഞു, സത്യം, അവനുമായിട്ടായിരുന്നു ഇവന്റെ കൂട്ടുകെട്ട്. ആരെക്കുറിച്ച് വിശ്വാസം വന്നേ? നസ്രായനായ യേശുവിനെ അവൾ വിശ്വസിക്കുക, നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാൻ സന്നദ്ധ കാണിക്കുക. കാരണം ഇങ്ങനെ ഒരു ദൈവം മറ്റൊരു ദൈവമില്ല. സത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം ഭൂമിയിൽ ഇല്ല എന്ന് അവൾ പറയുക. കരമുയർത്തി തമ്പുരാന് മഹത്വം കൊടുക്കാമോ? പരിശുദ്ധാത്മാവിന് നന്ദി പറയാമോ? കരമുയർത്തി ദൈവത്തെ ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. എവിടുന്നാണ് ഈ പാപം ഹൃദയത്തിൽ വന്ന് കയറിയെന്ന് ആര് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടും. അതുകൊണ്ട് സഹായിക്കാൻ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഇവിടെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് പ്രയോജനം ഉണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ദൈവത്തെ കൊണ്ട് നമുക്ക് ഭയങ്കര പ്രയോജനം. നമ്മൾ ചോദിച്ച് അല്ലെങ്കിൽ പുണ്യാളന്മാരെ കൊണ്ടാണേലും ചോദിച്ച് മേടിച്ച് എങ്ങനെയും നമ്മൾ എടുക്കും. നേരിട്ട് ചോദിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ട് പുണ്യാളന്മാരുടെ പുറകെ പോയി അവരെ കൊണ്ട് ചോദിക്കും. വിശുദ്ധരോട് പറയും, നിങ്ങളൊന്ന് മേടിച്ചു തരാവോ, എനിക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്തവന് പുണ്യാത്മാക്കൾ മേടിച്ചു തരുന്നത് അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. കാരണം ഇവനിലെ പാപം ഇവനെ കൊണ്ട് ഇത് അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല. എല്ലാരും ഓട്ടുക, എല്ലാരും പുണ്യാന്മാരുടെ പുറകെ ഓടുക. അന്തോനീസേ, ഒരു നിവൃത്തിയില്ല, ഒന്ന് സഹായിക്കാവോ? പ്രിയപ്പെട്ടവരെ, പാത്രം മോശമാണെങ്കിൽ, ഉണ്ടാക്കി വെക്കുന്ന പാത്രം അല്ല മേടിക്കുന്ന പാത്രം മോശമാണെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? ആദ്യം മേളിൽ നിന്നൊക്കെ എടുക്കാം. പാത്രത്തോട് ചേർന്ന് ആ സ്ഥലമാകുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ടി വരിക. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിലല്ല വസിക്കുന്നതെങ്കിലോ പുണ്യാത്മാക്കളോട് ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇന്ന് പുറകെ ഓട്ടമാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. കാരണം നേരിട്ട് മേടിക്കാനുള്ള യോഗ്യതയില്ല. പാപ അകൃത്യം മൂലം ദൈവത്തോട് പ്രാർത്ഥിക്കാനോ ദൈവത്തിന് മേടിച്ചെടുക്കാനോ സാധിക്കില്ല. അകൃത്യത്തിൽ നിലനിൽക്കണേ, പാപത്തിൽ ജീവിക്കേണ്ടത് കാരണം ഡയറക്റ്റ് ദൈവത്തോട് മേടിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ദൈവത്തെ സ്വന്തമാക്കിയ വിശുദ്ധരുടെ പിന്നാലെ കടന്നു പോകുമ്പോ, മക്കളെ, നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗരാജ്യമാ. നീ നേടിയെടുക്കേണ്ട സ്വർഗരാജ്യം നിനക്ക് നഷ്ടപ്പെട്ട് കിടക്കുക. ഇതാ സംഭവിക്കുന്നത്. ഓട്ടോ എല്ലാവരും. അഭിയൊന്ന് പിതാവിന്റെ ഇടയലേഖനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് തന്നെ പറയുന്നത്, വിശുദ്ധരുടെ പുറകെ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് വിശുദ്ധരുടെ. ഇവിടെ നമ്മളൊരു വിശുദ്ധനെ കാണുമ്പോൾ, അന്തോനീസിനെ കാണുമ്പോൾ നാക്കിലോട്ട് നോക്കിയാൽ മതി. ആ വിശുദ്ധന്റെ ജീവിത ചരിത്രത്തിലോ നോക്കേണ്ടത് നാവിൽ വിശുദ്ധി പരിപാലിച്ചപ്പോ നാവ് കൊണ്ട് ദൂഷണം പറയാതെ ദൈവത്തിന്റെ വചനത്തെ നാവിൽ അനുസരിച്ചപ്പോ നാവ് അഴുകാതെ ഇന്നും നിലകൊള്ളുകയാണ്. ആ വിശുദ്ധ ജീവിതം നയിച്ച തീർച്ചയായും സാത്താനെ നാവ് കൊണ്ട് പരാജയപ്പെടുത്തുവാൻ ദൈവം നാവില് ജെറമിയെ കൊടുത്ത പോലെ ശക്തി കൊടുത്തു തരും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജീവിതം വേണ്ട. എന്തെങ്കിലുമൊക്കെ മകൾ അങ്ങോട്ട് വേണം, മകൻ ഇങ്ങോട്ട് വേണം. ഈ രോഗസൗഖ്യം വേണം. മാല കാണാതെ പോയത് തിരിച്ചു കിട്ടണം. താക്കോല് പോയത്. ഇത് മാത്രമേ ഉള്ളൂ ആത്മീയ ജീവിതം. വിശുദ്ധ ജീവിതത്തെ കുറിച്ച് ആരും ആഗ്രഹിക്കുന്നില്ല. മാനസാന്തരം ഉണ്ടാണ്ട് പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായതുപോലെ മാനസാന്തരം, ദൈവത്തെ പീഡിപ്പിക്കുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദന ഉണ്ടാകുന്ന എപ്പോഴെന്ന് അറിയാമോ? ഈശോ പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനത്തിലൂടെ, പൗലോസ് ശ്ലീഹായോട് പറയുന്നുണ്ട്, നീ തൊഴിക്കുന്ന മോനെ ഇരുമ്പാണിയില.
അതുകൊണ്ട് വേദനിക്കുന്ന എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വേദന ഉണ്ടെങ്കിൽ നാം ആരെ തൊഴിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുമ്പോ നാം എപ്രകാരം ചെയ്യുന്നേ? ദൈവത്തെ ഉപദ്രവിക്കുമ്പോ കാല് ചെന്ന് കൊള്ളുന്നത് യേശുവിന്റെ ചരിത്രമല്ല, തറച്ചിരിക്കുന്ന ആണിയലാ. ആണിയെന്നാ? പാപത്തിന്റെ പരിണിത ഫലമാ. നീ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിണിത ഫലത്തിലൂടെയാണ് ഈ വേദന നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ദൈവം യേശു അപ്പസ്തോലന്മാരുടെ വെളിപ്പെടുത്തി തന്നിരിക്കുക. വേദന പുറത്തുനിന്ന് വരുന്നതല്ല, ഈ വേദന ഏറ്റെടുക്കാനാണ് ദൈവം വന്നേ. എവിടെയുണ്ട്? യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള ദൈവം എൻ്റെ വേദന ഏറ്റെടുക്കാൻ സന്നദ്ധനാ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 20 നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ, ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ, അവളുടെ അടിമത്തം അവസാനിച്ചു. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി അടിമത്തം അവസാനിച്ചിരിക്കുന്നു എന്ന യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ, നീ ശാപപ്രവൃത്തിയുടെ അടിമത്തത്തിലാണെങ്കിൽ, നീ പൈശാചിക പ്രവൃത്തിയുടെ അടിമത്തത്തിലാണെങ്കിൽ, ദൈവമായ കർത്താവ് പറയുന്നു, ആ അടിമത്തം ഇതാ മകനെ മകളെ ക്രിസ്തുവിന്റെ വരവോടുകൂടി അവസാനിച്ചിരിക്കുന്നു. പരിശുദ്ധ കൂദാശയിലൂടെ നിന്റെ ജീവിതം നവീകരിക്കപ്പെട്ടിരിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുക. അടിമത്തം അവസാനിച്ചു. ക്രിസ്തു വെളിപ്പെടുമ്പോ, യേശു എന്നെ വെളിപ്പെടുമ്പോ, ദൈവം എന്നെ വെളിപ്പെടുമ്പോ, ദൈവവചനം എന്നെ വെളിപ്പെടുമ്പോ, ദൈവവചനം വെളിപ്പെടുന്നത് എങ്ങനെയാ? ദൈവവചനം അനുസരിക്കുമ്പം ആ വചനം എന്നിൽ വെളിപ്പെട്ടു. നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മേൽ ലഭിക്കപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലൂടെ ദൈവമായ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ കേൾക്കണം. എന്നിട്ട് നീ ശ്രദ്ധാപൂർവം പാലിക്കുമ്പോ നീ ഭൂമിയിലുള്ള മറ്റു ജനതയേക്കാൾ ഉന്നതരായിത്തീരും. ചുമ്മാ കിട്ടത്തില്ല. ഇവിടെ ഒന്നിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുമോ? വചനം കേട്ടിട്ട് അതനുസരിക്കുവാൻ സന്നദ്ധത കർത്താവിനോട് പ്രകടിപ്പിച്ചുകൊണ്ട്, അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാനായിട്ട് സന്നദ്ധത കാണിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കും. നീ ദൈവത്തിന്റെ സ്വരം കേട്ട, വചനം കേട്ടാൽ പോലും നീ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം കേട്ടാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിൽ നീ അനുഗ്രഹനായിരിക്കും. നീ ആയിരിക്കുന്ന നഗരത്തില്, നീ ആയിരിക്കുന്ന വയലില് നീ അനുഗ്രഹനായിരിക്കും. നിന്റെ സന്തതികളോ, നിന്റെ കന്നുകാലിക്കൂട്ടോ, നിന്റെ ആട്ടിൻപറ്റോ എല്ലാം വലിയ അനുഗ്രഹത്തിലായിരിക്കും. നിന്റെ വിളവുകള് സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ വചനം പാലിക്കപ്പെടുമ്പോഴോ, കേട്ടച്ചു പോയിട്ട് പഴയ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ ഈ പടിവാതികൾ ആരിപ്പുണ്ട്? അവൻ ഇരിപ്പുണ്ട്. ഇവിടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അനുതാപം കിട്ടുമ്പോൾ ഇവനെ ഇറങ്ങും ശരീരത്തിൽ നിന്ന്. ഇവൻ അവിടെ ഇരിക്കുക. ഇവിടെ അവൻ പുറകെ വരും വീട്ടില്. അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി കഴിയുമ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ കയറും. തിരിച്ച് അതിനേക്കാൾ ശക്തനായിട്ട് എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പണ്ടത്തിനേക്കാൾ മോശം. ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുറത്തുപോയി വീണ്ടും പാപമാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പണ്ടത്തിനേക്കാൾ എൻ്റെ ജീവിതം മോശമാവുക. ബ്രദറെ, പ്രാർത്ഥിക്കും തോറും കുഴപ്പമായിട്ടിരിക്കുക. ഒരു മാറ്റവും ഇല്ല. വരാൻ തുടങ്ങിയിട്ട് 9 വർഷമായി ഒരു മാറ്റവും വീട്ടില് ഇല്ല. അർത്ഥം എന്താ പറയുക? ഇവിടെ വചനം ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതിന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഈ പാലിക്കപ്പെടാത്ത വചനം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അപ്പൊ സഹായകൻ മോനെ ഇതാ പ്രശ്നം, ഇന്ന പാപം നിന്നിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കാതെ വരുന്നത്. എല്ലാ ദിവസവും പള്ളി പോവും, എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കും, പക്ഷെ അനുതാപം ഇല്ല. വിശുദ്ധരായിട്ട് എല്ലാവരും ജീവിക്കും. കർത്താവ് പറഞ്ഞെന്താ? നീതിമാനായിട്ട് ഒരുവനെ പോലും കാണുന്നില്ല. ഇവിടെ നീതിമാനായിട്ട് ഒരുവനെ പോലും കാണാത്തത് കൊണ്ട് ദൈവപിതാവ് തന്റെ പുത്രനെ അയച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിലൂടെ, ആ തിരുവചനത്തിലൂടെ, പരിശുദ്ധ കൂദാശയിലൂടെ നമ്മെ നീതിമാന്മാരാക്കുന്ന ദൈവത്തിന്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. നീതീകരിക്കുക.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും തമ്പുരാന്റെ സന്നിധിയിലേക്ക് വരുമ്പോ പാപിയാണേ ബലഹീനനാണേ എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അനുദപിച്ച് സ്വീകരിക്കുമ്പോ നാം നീതീകരിക്കപ്പെടും. നീതിമാനായിട്ട് സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടും, എളിമയുള്ളവരെ ദൈവമായ കർത്താവ് ഉയർത്തുമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തി. കരമുയർത്തി എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. മുൻനിരയിൽ ഇരിക്കുന്നവർ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് ബന്ധനങ്ങൾ, അടിമത്തങ്ങളൊക്കെ അവസാനിച്ചു. തിന്മ ക്ഷമിച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്ന എല്ലാത്തിനും ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞു. ശിക്ഷാവിധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ദൈവമായ കർത്താവിനെ വിളിച്ച് പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോ ആ രക്ഷ എന്നിൽ വെളിപ്പെടും. ഇവിടെ പാപിനിയായ സ്ത്രീ പാപം ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? അവളെ കല്ലെറിഞ്ഞു കൊല്ലുക. മരണം എപ്പോഴാണ് വരുന്നേ? പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ മരണത്തിൽ നിന്ന് അവൾ മോചനം നേടിയത് എപ്പോഴാ? ഈശോയെ, ഞാൻ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് അനുസരിച്ചോളാം. ഈശോ അവളോട് പറഞ്ഞു, മോളെ ഇനി ചെയ്യാതിരുന്നാ മതി, ഇനി ചെയ്താ വലിയ കുഴപ്പത്തിലേക്ക് പോകും. ഈശോ അത് മാത്രമേ പറയുന്നുള്ളൂ. നീ പാപം ചെയ്യുമ്പോൾ വലിയ കുഴപ്പത്തിലേക്ക്, വലിയ അന്ധകാരത്തിലേക്ക്, വലിയ തകർച്ചകളിലേക്ക് നീ കടന്നുപോകും. അതുകൊണ്ട് നീ ഇനി മേലിൽ ഒരിക്കലും പാപം ചെയ്യരുത്. ഇവിടെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വലിയ മരണം, വലിയ ദുരന്തം, അല്ലെ വലിയ വേദന അവളെ വിട്ടൊഴിഞ്ഞു പോയില്ലേ? ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ട്? വചനം അവളെ സുഖപ്പെടുത്തി. ഈശോയുടെ അധരത്തിലൂടെ വരുന്ന ഓരോ വചനങ്ങളും ദൈവമക്കൾക്ക് സൗഖ്യമാണ്. അവനെതിരെ വരുന്ന അനർത്ഥങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ ശക്തിയാണ് യേശുക്രിസ്തുവിന്റെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങള്. പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോ അത് വിട്ടുപോയി. എന്തു വിട്ടുപോയി? കല്ല് വിട്ടുപോയി, മരണം വിട്ടുപോയി. അവളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അവളെ വിട്ടിട്ട് പോയി. അവളെ രക്ഷിച്ചതാരാ? ദൈവത്തിന്റെ വചനമാ. വചനം വായിച്ച് ധ്യാനിച്ച് വചനത്തിൽ ജീവിച്ച ജീവിത പ്രശ്നം അവിടെ അവസാനിക്കുക. പ്രശ്നമല്ല, അടിമത്തം അവസാനിച്ചു എന്ന് ഈശോ ദൈവം ഓർമ്മപ്പെടുത്തുക. യേശയ്യ ദീർഘദർശിയിലൂടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ദിവസത്തിന് മക്കളെ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് ഇതൊരു പ്രത്യേക ശുശ്രൂഷയിലൂടെ കർത്താവ് ഈ കൂട്ടായ്മയെ നയിച്ചത് നന്ദി പറയുക. ഇത്തിരി അനുഭവിക്കാനുള്ള വലിയ കൃപയുടെ അഭിഷേകം ഈശോ നമുക്ക് നൽകി. കഴിവല്ല, ദൈവത്തിന്റെ കാരുണ്യ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വിസ്മയാഭരിതരാകുവിൻ. കർത്താവിന്റെ പ്രവൃത്തി കണ്ട് നമ്മോട് ദൈവം പറയും, വിസ്മയാഭരിതരാകുവിൻ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് സമർപ്പിക്കുക. നമ്മുടെ സമ്പത്തിനെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സമർപ്പിക്കുക. ആ അനുഗ്രഹത്തിന്റെ ഒരു വീതം തമ്പുരാന്റെ സന്നിധി സമർപ്പിക്കുക. ആ സമർപ്പണത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വതന്ത്രവും ശക്തവുമായിട്ട് ദൈവമക്കൾ തന്നെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരെ 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 എല്ലാവരും സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. സാമ്പത്തിക മേഖലയിലോ എല്ലാ പരാജയങ്ങളും നസ്രായനായ യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോട്ടെ എന്ന് മക്കൾ പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്നു ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകളെ